രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത് മാതൃകാ നടപടിയാക്കി അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്ര കാർക്കശ്യത്തോടെ ഒരു നടപടിയെടുക്കുന്നത് ഇതാദ്യമാണ്. രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു. മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? റേപ്പ് ഞങ്ങളെ ആക്രമിക്കുന്നവർ, ഞങ്ങളെ കളിയാക്കുന്നവർ, ഇപ്പൊ മന്ത്രി എം.പി. രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഇത് ഭയങ്കര കോംപ്രമൈസ് ആയി പോയത്. ഒരു റേപ്പ് കേസിലെ പ്രതി കൈപൊക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ. സ്വയം ഒരു ഉളുപ്പ് വേണ്ടി ഒരു റേപ്പ് കേസിലെ പ്രതി എം.എൽ.എ. ആയിട്ടിരിക്കുകയാണ് CPM-ല്. ഞാൻ പേരൊന്നും പറയില്ല. വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC നേതൃത്വം നടപടിയെടുത്തത്. വനിതാ നേതാക്കളുമായും നേതൃത്വം സംസാരിച്ചു. പരാതിയില്ലാത്തതുകൊണ്ടാണ് പാർട്ടി അന്വേഷണം വേണ്ടെന്ന് വെച്ചത്. വിവരങ്ങളുമായി KR സാജു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സാജു, ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് അത് പരിശോധിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചത്? അറ്റ്ലീസ്റ്റ് ആ ആരോപണങ്ങളുടെ കഴമ്പെങ്കിലും പരിശോധിക്കേണ്ടതല്ലേ? ദിവ്യ, അതിനകത്ത് പാർട്ടി നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ പാർട്ടിക്ക് മുന്നിൽ രേഖാമൂലമുള്ള ഒരു പരാതികൾ പോലും ഇല്ല എന്നുള്ള വാദമുയർത്തിക്കൊണ്ടാണ് ഇക്കാര്യം പരിശോധിക്കുന്നതിൽ നിന്നും പാർട്ടി പിന്മാറിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി രണ്ട് സുപ്രധാനമായ നടപടിയെടുത്തിരിക്കുന്നു. ഒന്ന്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. രണ്ടാമത്തത്, പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു. അതോടുകൂടി നിയമസഭാ കക്ഷിയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗമല്ലാതായി രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുന്നു. ഇത് തന്നെ വലിയ ശിക്ഷാ നടപടിയാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അവകാശപ്പെടുന്നത്. മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നടപടിയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇതിലും വലിയ ആരോപണങ്ങൾ ഉയർന്നവർ CPM പക്ഷത്ത് MLA-മാരായി തുടരുകയാണ് ചെയ്തത് എന്നുകൂടി അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM-ന്റെ വിമർശനങ്ങളെ കൂടി പ്രതിരോധിക്കുന്നത്. ഈ തീരുമാനത്തിലേക്ക്, സസ്പെൻഷൻ തീരുമാനത്തിലേക്ക് തന്നെ പാർട്ടിയെ എത്തിച്ചത് വി.ഡി. സതീശൻ അടക്കമുള്ളവർ എടുത്ത കടുത്ത നിലപാടായിരുന്നു. MLA സ്ഥാനം തന്നെ രാജിവെപ്പിക്കണം എന്നതായിരുന്നു വി.ഡി. സതീശന്റെ നിലപാട്. ആ കടുത്ത നിലപാടിൽ തുടങ്ങിയ ചർച്ചയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് എത്തിച്ചത്. വനിതാ നേതാക്കളടക്കം രാജി ആവശ്യം ഉന്നയിച്ചിരുന്നു. അവരെ കൂടി KPCC നേതൃത്വം കേട്ടു. അങ്ങനെ എല്ലാവരെയും മുഖവിലേക്കെടുത്തുകൊണ്ട് സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനം. ഇതോടൊപ്പം തന്നെ പാർട്ടി നിയമസഭാ സമ്മേളനത്തിൽ അടക്കം പങ്കെടുക്കുന്നതിൽ നിന്നും അവധിയെടുക്കാനുള്ള നിർദ്ദേശം കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകും. ഇത്തരം കാര്യങ്ങളൊക്കെ നേതാക്കളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്കാണ് നേതൃത്വം എത്തിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ വി.ഡി. സതീശൻ ചെയ്തതുപോലെ ഇത് മാതൃകാപരമായ തീരുമാനമാണെന്നും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിയുള്ള തീരുമാനമാണ് എന്നും കോൺഗ്രസ് പൊതുസമൂഹത്തിന് മുന്നിൽ വരും ദിവസങ്ങളിൽ അവതരിപ്പിക്കും. അതിന്റെ തുടക്കമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത കടുത്ത നിലപാടാണ് ഈ സസ്പെൻഷനിലേക്കെങ്കിലും എത്തിച്ചത് എന്നതുകൂടി അദ്ദേഹത്തിനും രാഷ്ട്രീയമായി നേട്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദിവ്യ.